ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുവാൻ സാധിക്കും. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. നമുക്ക് ഏറ്റവും ഈ ഒരു ഇതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത്, നമുക്കിത് കാണിക്കാൻ പറ്റില്ല. Allow your heart and soul to sing with joy. പാഷൻ ആണ് കാണിക്കുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്, അല്ലെങ്കിൽ പാഷനെ കുറിച്ച് പറയുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഈ പേഴ്സണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ അതിനെ നോക്കിക്കാണുന്നത്. ഈ വ്യക്തിക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ആയിക്കോട്ടെ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വ്യക്തി വളരെ പാഷനേറ്റ് ആയിട്ടാണ് അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഈ പേഴ്സൺ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ അതിനെ നോക്കിക്കാണുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തിയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പറയാനാണെങ്കിൽ ഡിസെപ്ഷൻ ആണ്. സംവൺ ഈസ് വെയറിങ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. അതായത് ചില സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ചില സാഹചര്യങ്ങളിൽ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാതെ മനസ്സിൽ മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള താല്പര്യവും ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ജീവിത അവസ്ഥകളോ സാഹചര്യങ്ങളോ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് എന്താ പറയുക, ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാതെ മനസ്സിൽ മറച്ചു പിടിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ തുറന്നു പറയാതെ മടി കാണിച്ചു നിൽക്കേണ്ടി വരുന്നുണ്ട്. അത് ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്, ഈ വ്യക്തി അത് തിരിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാതെ ഈ വ്യക്തി മനസ്സിൽ മറച്ചു പിടിച്ചിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ഷൻ ആണ് കാണിക്കുന്നത്. അതായത് പല കാര്യങ്ങളിലും ഈ പേഴ്സൺ മടി കാണിച്ച് നിന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകണം, ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം വേണം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട്
നിങ്ങളൊരു പക്ഷേ ഈ പേഴ്സണോട് എന്താ പറയുക പറഞ്ഞിട്ടുണ്ടാകണം. പക്ഷേ ആ ഒരു സമയത്ത് ഈ വ്യക്തി ഒരു പക്ഷേ ആ ഒരു സമയത്ത് ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു പ്രാധാന്യം നൽകിയിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ കല്യാണമോ പിന്നീടാകട്ടെ, അല്ലെങ്കിൽ പിന്നീട് ഒന്നിക്കാം, പിന്നീട് നമുക്ക് ജീവിക്കാം, പിന്നീട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, കുറച്ച് കഴിയട്ടെ എന്നിങ്ങനെയുള്ള ഒരു എന്താ പറയുക എന്നിങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പല പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഈ വ്യക്തിക്ക് അത് നടത്തി തരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത് ആ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ആവശ്യം എത്രമാത്രം നല്ല രീതിയിൽ നിറവേറ്റാൻ സാധിക്കുന്നുവോ അത്രമാത്രം നിറവേറ്റാൻ, അതായത് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സണും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആക്ഷൻ ആണ് അത്. ഈ വ്യക്തി ചില തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു ആവശ്യം എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി അതുകൊണ്ട് പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കാനും, ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും തന്നെയാണ് ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദ സ്ട്രീർ ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സണെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ചത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ മാറ്റി നിർത്തിയത് കൊണ്ടായിരിക്കണം, നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കണം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ബ്രേക്ക് ഇട്ടത് കൊണ്ടായിരിക്കണം, എന്താണെന്നറിയില്ല. മനസാക്ഷി ഈ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഉറക്കമില്ലാത്ത രാത്രികൾ, സമാധാനമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ ഒരു മനസ്സമാധാനക്കേട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളോട് മാറ്റി പറഞ്ഞതും അല്ലെങ്കിൽ നിങ്ങളോട് വേണ്ടാന്ന് വെച്ചതും പിന്നത്തേക്കാവട്ടെ എന്ന് വിചാരിച്ചതും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പശ്ചാത്താപത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നത്തോടു കൂടിയാണ് ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി പലതരത്തിലുള്ള ഒരു വിജയത്തിലൂടെയും കൂടിയാണ്, വിജയത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരു ചിന്തയിലും കൂടിയാണ് ഈ വ്യക്തി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രകടമാകാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ത്രോട്ട് ചക്രയാണ്. അപ്പോൾ ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ ത്രോട്ട് ചക്ര ആക്ടിവേഷനെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആകുമ്പോഴാണ് നമുക്ക് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നോട് ഒരു കാര്യവും തുറന്ന് പറയുകയില്ല, അവരൊരു കാര്യവും എന്നോട് തുറന്ന് പറയാറില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ നമ്മൾ പറയും, പരാതിപ്പെടാറുണ്ട്. അപ്പം അത് ത്രോട്ട് ചക്ര ആക്ടിവേഷൻ അല്ലാത്തത് കൊണ്ടാണ് അവിടെ ശരിക്കുമുള്ള അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംസാരം അവർക്കിടയിൽ നടക്കാത്തത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ വ്യക്തി അത് എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പലവരുടെയും വ്യക്തികളുടെയും ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ആക്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നത്. അത് ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ആക്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ചില മറുപടികൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ലഭിച്ചേക്കാം. ഓക്കെ, ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറിയാണ്. ഈ പേഴ്സൺ എപ്പോഴും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ജീവിത കഥകളെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചു വന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോട് പൊരുതിയത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്,
ഇതെല്ലാം തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത കഥ, നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഈ വ്യക്തി നന്നായി തന്നെ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ബാല്യകാലം ആയിക്കോട്ടെ, കൗമാരം, യൗവനം, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിഹരിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ തൻ്റെ ഇടം, നിങ്ങളുടെ മനസ്സിൻ്റെ ബലം, ധൈര്യം, ആത്മവിശ്വാസം, ഈ വ്യക്തിയോടുള്ള സ്നേഹം, ഇതെല്ലാം തന്നെ ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു പ്രചോദനം കൂടിയാണ്. ആൻഡ് ഓൾസോ ദ ആൻസേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരുപാട് ഉത്തരങ്ങൾ, അതായത് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാകണം. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാൻ ഒരുപക്ഷെ ഈ വ്യക്തി തയ്യാറായിട്ടില്ലായിരിക്കണം. അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ആ ഒരു കൃത്യമായിട്ടുള്ള മറുപടി ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കാം, ഒരുപാട് ചിന്തിപ്പിക്കാം, പല പല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും, പല പല ആശയങ്ങളിലേക്ക് പോകാൻ സഹായിക്കും, എന്നിങ്ങനെയുള്ള പല തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ആയിട്ടാണ് ഈ വ്യക്തി വരുന്നത്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.